KCL കേരള ക്രിക്കറ്റ് ലീഗ് അതിൻ്റെ 3ാം സീസണ് മുന്നോടിയായി നാട്ടുകാരിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ലീഗ് പോലെ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഓവലിൽ നടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ KCLൻ്റെ ഡയറക്ടർ ടൂർണമെൻറ്റ് ഡയറക്ടർ നമ്മുടെ ഒപ്പം ചേരുകയാണ്. ഹായ് സാർ. സാർ പേര്? രാജേഷ് തമ്പി. KCLനെ പറ്റി ഉള്ള ഇത് KCLൻ്റെ 3rd സീസണാണ്. കഴിഞ്ഞ 2 സീസണ് നമ്മൾ നല്ല ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ അനാലിസിസ് എടുത്തപ്പോഴത്തേക്ക് മോർ ദാൻ 40 മില്യൺ വ്യൂസ് വന്നിട്ടുണ്ട്. 9 മില്യൺ സോഷ്യൽ മീഡിയയിൽ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം എന്തോ ഡിഫറെൻ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് അത് നമ്മളൊന്ന് ട്രൈ ചെയ്യുമായിരുന്നു. അതിൻ്റെ പാർട്ടായിട്ടായിരുന്നു ഇന്നിവിടെ കാണുന്ന ഈ KCL ഫാൻസ് ലീഗ്. ഇത് സ്പെസിഫിക്കലി ഫാൻസിന് വേണ്ടിയാണ്. നമ്മൾ ആ സെയിം ബ്രാൻഡിങ് ഒക്കെ വെച്ചിട്ട് ഇത് ചെയ്യുന്നത് വെച്ചാൽ ഫ്രാഞ്ചൈസീസിന് ഇങ്ങനെ ഒരു ഫാൻ ഫോളോയിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇതിന് നല്ല രീതിയിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പാർട്ടായിട്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലും കളിയുണ്ട്. ഇത് ഫസ്റ്റ് ട്രിവാൻഡ്രത്താണ് നമ്മൾ തുടങ്ങുന്നത് 2 ദിവസം. സാർ, ട്രിവാൻഡ്രത്തിൻ്റെ സ്വന്തം സഞ്ജു സാംസൺ കഴിഞ്ഞ തവണ കളിച്ചൊരു ലീഗാണ്. അപ്പോൾ ട്രിവാൻഡ്രത്തിലോട്ട് എത്തുമ്പോഴുള്ള പ്രതീക്ഷകൾ എന്താണ്? ഫാൻസൊക്കെ എങ്ങനെയാണ് ഇതിനെ റിയാക്ട് ചെയ്യുന്നത്? അതെ, ഫാൻസൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ വർഷത്തെ നമ്മൾ ഒരു ഫോളോയിങ് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ തന്നെ സഞ്ജുവിൻ്റെ ഓരോ റീൽ ഇടുമ്പോഴത്തേക്ക് അതിനെ റീച്ച് കാണുമ്പോഴത്തേക്ക് അത് വെച്ചിട്ട് കാരണം ഫ്രാഞ്ചൈസീസിന് ആ ഒരു ബൂസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സഞ്ജു ആണോ സാലി ആണോ അവരുടെ ആ റീച്ചും അവരുടെ ആ ഗ്രോത്ത് കാണുമ്പോഴത്തേക്ക് KCLൻ്റെ ഗ്രോത്ത് ഈ പ്രാവശ്യം തീർച്ചയായിട്ടും അതിൽ കൂടുതൽ വ്യൂവേഴ്സ് കിട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇത്തവണ ടൂർണമെൻറ്റ് നടക്കുന്ന ഡേറ്റ് എങ്ങനെയാണ്? ഓഗസ്റ്റ് 20th ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 5th ഫൈനലിൽ സെപ്റ്റംബർ. അതെ, ഗ്രീൻ ഫീൽഡാണ് എല്ലാ കളി നടക്കുന്നത്. സാർ, ഇപ്പോൾ നമുക്കറിയാം IPL ഒരുപാട് കളിക്കാർ ഇപ്പോൾ കേരളത്തിൽ നിന്നും പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള പ്ലേയേഴ്സിന് മാർക്കറ്റ് വാല്യൂ ഉണ്ട്, അവർക്ക് ആവശ്യക്കാരുണ്ട്, ടീമുകൾ അവരെ തേടുന്നുണ്ട്. അപ്പം KCL പോലുള്ള ഒരു ടൂർണമെൻറ്റ് നടക്കുന്ന സമയത്ത് എന്തുമാത്രം നമ്മുടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഈ കേരളത്തിലെ കളിക്കാർക്ക് പ്രതീക്ഷിക്കാനാവും? അല്ല, തീർച്ചയായിട്ടും. കാരണം എല്ലാ IPL ഫ്രാഞ്ചൈസിൻ്റെ സ്കൗട്ട്സ് ഇവിടെ കാണും. കഴിഞ്ഞ പ്രാവശ്യം കിരൺ മുറയൊക്കെ വന്നിട്ട് ഫുൾ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ഉണ്ടായിരുന്നു. അവർ സ്പോട്ട് ചെയ്തിട്ട് നെറ്റ്സിന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം വരും. ഈ പ്രാവശ്യം നമ്മൾ ഓപ്ഷൻ തൊട്ട് അങ്ങോട്ട് ഇപ്പോഴേ ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാ ഫ്രാഞ്ചൈസീസ് വരും, നെറ്റ്സിന് ആൾക്കാരെ വിളിക്കും. ഈ പ്രാവശ്യം കൂടുതൽ നമ്മൾ തന്നെ കുറച്ച് ടാലൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ നല്ല ഒരു പ്രൊമോഷൻ കിട്ടി ഈ പ്രാവശ്യം. അപ്പോൾ എന്തായാലും കേരളത്തിൽ നിന്നുള്ള ഒട്ടനവധി കളിക്കാർക്ക് അവസരം ലഭിക്കുന്ന ഒരു ലീഗ് തന്നെയാണ് KCL. IPLലോട്ടും പിന്നെ ഇന്ത്യൻ ടീമിലോട്ടും എത്താൻ അവർക്ക് സാധിക്കട്ടെ KCLലൂടെ. ക്യാമറാമാൻ അരുണിനോടൊപ്പം നിതിൻ മോഹൻ.